യെസ്. എന്നെ ഇതുപോലെ ആക്കി തരും. ഇതുപോലെ ഓക്കേ. മോള് പറഞ്ഞ മേക്ക് ഓവർ റെഡി. അയ്യേ, ഇതല്ലല്ലോ ഞാൻ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് മോഹൻലാലല്ലേ? മോഹൻലാലാ? മോൾ ഇതല്ലേ പറഞ്ഞത്? ഇതല്ല, ഇതാ ഞാൻ പറഞ്ഞേ. നീ പണിയേ, നീ ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. മോളെ ഫോറിൽ ചെന്നിട്ടേ മോഹൻലാലാന്ന് പറഞ്ഞാൽ മതി. വിശ്വസിക്കോ? വിശ്വസിക്കും. ഓക്കേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാട്ട് പാടുന്ന കോച്ചിനെ വിളിക്കാനാ പറഞ്ഞത്. കയ്യിലൊരു ബീഡിയുടെ കുറവേ ഉള്ളൂ അല്ലേ? ഇത് ഏത് ചേട്ടൻ? അല്ലേ, കയ്യിലൊരു ബീഡിയുടെ കുറവേ ഉള്ളൂ. ചേട്ടൻ മേസ്തിരി അല്ലേ? ഓ, ഇത് മോഹൻലാലിന്റെ എന്തോ കേറിയ മേസ്തിരി. അതെ അതെ പക്ഷെ മേസ്തിരിക്ക് ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചായ പറച്ചില് ലാലേട്ടന്റെ സംസാരവും. അതെ, അല്ല സുധീഷേട്ടന് ചായ തോന്നുന്നുണ്ട്. കിണ്ടി എന്നെ ചെയ്യുന്ന സത്യത്തിൽ എന്ത് ജോലിയാ ചെയ്യുന്നത്? മേസ്തിരി അല്ലേ? മേസ്തിരി തന്നെ. എന്തൊക്കെ ചെയ്യും അപ്പൊ? മരപ്പണികളെല്ലാം മരപ്പണിയൊക്കെ ചെയ്യും. ഓ, അത് ശരി. എനിക്ക് വീട്ടില് 2 കട്ടള. രമി ചേച്ചിക്ക് വീട്ടില് തീർന്നു, പണി തീർന്നു. ഇപ്പൊ തീർന്നേ ഉള്ളൂ. ഇനി ഒരു വർഷം കഴിയുമ്പോ പണി. മേൽക്കൂര കുറച്ച് പട്ടിക അടിക്കാനുണ്ട്. അടിക്കാലോ, പിന്നെന്താ, അതൊക്കെ ഡേറ്റ് പറഞ്ഞാ മതി, വരാം. ആണല്ലേ? ബിസി ആള്. അപ്പൊ മേസ്ത്രി ഇപ്പൊ ഇന്ന് എന്ത് വർക്കിനാ വന്നിരിക്കണേ? ഇന്ന് രസതന്ത്രം വർക്കിനാ വന്നത്. കെമിസ്ട്രി ആണോ? ഓക്കെ. അപ്പൊ ആദ്യം ഏത് കട്ട എടുത്തു വെക്കുന്നേ? ഈ സംഗീത കട്ട ആര്? സംഗീതക്കട്ട ഇളയരാജ കട്ടയാണ്. ഓ മൈ ഗോഡ്. പിന്നെ ഇതോ, പിന്നെ എഴുതുന്ന കോലോ? അത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഓ, അത് പിന്നെ ശരി. മറ്റേ പാടിയ ചിന്തേര് ചിന്തയിലിടുന്ന പാടിയാര? പാടിയത് വിനീത് ശ്രീനിവാസൻ സാറാണ്. പിന്നെ രസതന്ത്രം. പിന്നെ മുഴക്കോൽ വർഷം പറഞ്ഞു, അതല്ലേ ഉള്ളൂ. 2006. പിന്നെ എന്താണ് മറ്റേ ഇതുപോലത്തെ പണി സംബന്ധമായ എന്തെങ്കിലും അറിയോ? മേസ്തിരി ഇങ്ങനെ വേറെ കാര്യം അറിയോ? ഉളിയാരാണ്? ഇതൊരു കീരവാണി രാഗം ബേസ്ഡ് ആണ്. ചാന്ത് ഇടുന്നാരാ? ചാന്ത് തേക്കുന്നാരാ? അത് വേറെ സെക്ഷനാ. ചാന്ത് തേക്കുന്ന മോഹൻലാലുണ്ട്, ഇന്നസെന്റ് ഉണ്ട്, മാമുക്കോയ ഉണ്ട് അല്ലേ? സുരാജ് വെഞ്ഞാറമൂടുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട് കൂടെ. അങ്ങനെ ലാലേട്ടനും മീര ജാസ്മിൻ എന്നൊരു എന്താ പറയാ ഒരു ഹീറോയിനും, നമ്മൾ ആ ഹീറോയിനോട് ഇത്ര ഇഷ്ടം തോന്നിയ കുറച്ച് ചിത്രങ്ങൾ ഒരു ചിത്രമാണ് രസതന്ത്രം. സത്യനന്ദിക്കാട്സ് മൂവി എന്ന് പറയുമ്പോ തന്നെ പിന്നെ മഞ്ജരി എന്നൊരു ഗായികയ്ക്ക് ഇത്രയും മലയാളികളുടെ മനസ്സിൽ ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു പാട്ടാണ്, അല്ല സിനിമയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള കുറെ നാൾ കൂടി നമ്മൾ ആ സമയത്ത് ലാലേട്ടന്റെ ഒരു ഫീൽ ഗുഡ് മൂവി കണ്ട ഒരു ഇതൊക്കെ ഓർമ്മ വരുന്നു. ഇന്നസെന്റ് ഏട്ടൻ മോളിൽ നിന്ന് ചെന്ന് എനിക്ക് ചില കാര്യങ്ങൾ ആരോടെങ്കിലും പറയണം, സെയിം എന്റെ സ്വഭാവമായിരുന്നു. പാടാം. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. ഏ മാറൻ
വെരി ഗുഡ് വെരി ഗുഡ്. ജാനകി. ഗൗതു, ആ. ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ ആദ്യ ഒരു മോഹൻലാൽ പൂക്കുറ്റി. താങ്ക് യു സർ